ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ ചെറിയ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിതാ റെഡി ആയിട്ട് നിൽക്കണേ എങ്ങോട്ടൊന്നല്ലേ, സ്കൂളൊക്കെ ഒരു ദിവസം ലീവ് എടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തിലോട്ട് പോവുകയാണ്. കോഴമന്നാണ് സ്ഥലം. അവിടെ നിന്ന് തെരുവത്തപ്പള്ളി നേർച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ കുട്ടികളെയൊക്കെ റെഡിയാക്കിയിട്ട് പോവുകയാണ്. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ എത്തുമ്പോൾ തന്നെ അവിടെ ഒരു 11 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നേർച്ചയൊക്കെ പുറപ്പെടാനായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുള്ള നേർച്ചയാണെന്ന് തന്നെ പറയാം, തിരുവത്തപ്പള്ളി നേർച്ച. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോഴേക്കും എന്താ പെരിയത്ത വീട്ടിൽ നിന്ന് അപ്പപ്പട്ടി ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പം വെക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഉള്ളതാണ്, വല്യമ്മാൻ്റെ കൈ കൊണ്ട് അപ്പം ചുട്ടിട്ട് അത് ഞങ്ങൾ എപ്പോഴും അപ്പപ്പെട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ, വീട്ടിൽ നിന്ന് വെച്ചിട്ടാണ് ഇറക്കുക, തോർന്നിട്ടാണ് ഇറക്കാറ്. അങ്ങനെ ഇതാ അതേപോലെ തന്നെ അത്തയും പിന്നെ അണ്ണന്മാരും അങ്ങനെ എല്ലാവരും അപ്പപ്പട്ടിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ചെറുപ്പകാലം മുതൽ തന്നെ ഞങ്ങളിത് കണ്ടു വളർന്നത് കൊണ്ട് ഞങ്ങൾക്ക് നേർച്ച പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സംഭവമാണെന്ന് തന്നെ പറയാം. അങ്ങനെ നേർച്ച ഉള്ള ദിവസം ഞങ്ങൾ എങ്ങനെയായാലും അവിടെ എത്തിച്ചേരും കേട്ടോ. അങ്ങനെ എൻ്റെ അനിയത്തിമാരും എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ അമ്മായിമാരും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒത്തുചേരുന്ന ഒരു പരിപാടിയാണെന്ന് തന്നെ പറയാം. അതിഗംഭീരമായിട്ടുള്ള പരിപാടിയായിരിക്കും കേട്ടോ. പിന്നെ ഈ നേർച്ചയിൽ ഒത്തുകൂടുന്ന ആ ഒരു വൈബ് പറയുന്ന ഒരു വ്യത്യസ്തമായ വൈബാണ് കേട്ടോ. അമ്മായിമാരും അതുപോലെ തന്നെ ഞങ്ങളും അത് ഞങ്ങളുടെ സിസ്റ്റേഴ്സും എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഇങ്ങനെ കുറച്ച് കളിതമാശയൊക്കെ പറഞ്ഞിരിക്കുക പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ മക്കൾക്കായാലും നേർച്ച പറഞ്ഞാൽ ആ ദിവസം അവിടെ നേരത്തെ എത്തണം എന്നുള്ളതാണ് കേട്ടോ അവരുടെയും ആഗ്രഹം. പക്ഷേ നമ്മൾക്ക് സ്കൂളുള്ളത് കാരണം ഞങ്ങൾ ഒരു ദിവസം ലീവ് എടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ നേർച്ച കാണാൻ വേണ്ടി പോയിട്ടുള്ളത്. ഇനി നേർച്ച പുറപ്പെടുന്നതിന് മുന്നേ കുറച്ച് കളി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ ജംഗ്ഷനിൽ വെച്ചിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഒന്നായിട്ട് പോണത്. പിന്നെ ഈ ഒരു പരിപാടി കാണാൻ ഭയങ്കര തിരക്കായിരിക്കും. കാരണം അന്ന് ദിവസം അന്നദാനവും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണവും പിന്നെ അത്യാവശ്യം എല്ലാ സ്ഥലത്തു നിന്നും ആ പ്രദേശത്തുള്ളവരുടെ എല്ലാ കുടുംബത്തിലും എല്ലാവരും എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒത്തുചേരുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അന്ന് ദിവസമാണ് നമ്മുടെ മറ്റ് ബന്ധുമിത്രാദികളിനെ എല്ലാവരും നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ ഞങ്ങൾ നേർച്ച കാണാൻ പോയി. പിന്നെ ഇതിൻ്റെ പാട്ടിടാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓടിച്ചിട്ട് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. കോപ്പിറൈറ്റ് വരുന്നത് കാരണമാണ് അത് ഒഴിവാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു നേർച്ചയ്ക്ക് 4 ആനയാണ് ഉണ്ടായിരുന്നത്. എല്ലാവിടെയും ആന ഇടഞ്ഞു എന്ന് കേൾക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ടെൻഷനുണ്ട്. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഇവരുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു പാട്ടിൻ്റെ കൂടെ ഡാൻസ് ആടി പോകാൻ വേണ്ടിയിട്ട് കുട്ടികളെല്ലാവരും പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ബ്രദറിനെ ഞാൻ കുട്ടികളിനെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ്റെ കൂടെ പോയിട്ട് വരും. പിന്നെ ഈ ഒരു നേർച്ച തുടങ്ങി പറഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് കുറേ സ്ഥലങ്ങൾ പോയിട്ടാണ് കേട്ടോ ഇവർ ചുറ്റിയിട്ട് കുറച്ച് നമ്മുടെ അടുത്തുള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് അവിടെയൊക്കെ കളിച്ച് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ നേർച്ച ഒരു 12 രാത്രി 12:30 ആകുമ്പോഴാണ് നമ്മൾ പള്ളിയിലോട്ട് പോണത്. അതുവരെയും ഈ പരിപാടികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ നേർച്ചൻ്റെ കളി കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ജംഗ്ഷനിൽ കഴിഞ്ഞ ശേഷം നേർച്ച പുറപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവർ ഇങ്ങനെ പോയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് അവിടെയൊക്കെ കളിച്ചിട്ട് ഒരു രാത്രി 7 മണിയാകുമ്പോഴാണ് കേട്ടോ തിരിച്ച് നമ്മുടെ ജംഗ്ഷനിലോട്ട് എത്തുള്ളൂ. അതുവരെ ഇവർ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പോയിക്കുകയാണ്. അങ്ങനെ നേർച്ചയൊക്കെ പുറപ്പെട്ട് പോയതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ അത് അമ്മായിമാർ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള രാത്രിക്കുള്ള ഫുഡാണ്. നമ്മൾ നിറയെ പേരുള്ളത് കാരണം എല്ലാവർക്കുള്ള ഫുഡ്, അത്യാവശ്യം വെളിയിൽ നിന്ന് ആൾക്കാർ വന്നാലും അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അമ്മായിമാരും ഉമ്മമാരും എല്ലാവരും ചേർന്നിട്ടാണ് ഫുഡ് വെക്കുന്നത്. ഞാൻ കുറച്ച് സഹായിക്കാൻ പോയതാണ് കേട്ടോ. പക്ഷേ അടി പിടിക്കുന്നത് വേണ്ടിയിട്ട് അമ്മായി എന്നെ പിന്നെ ആവേശത്തിൽ ഇളക്കണ ഒരു തിരക്കിലായിരുന്നു. അങ്ങനെ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല, ബാറ്ററി ലോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം പിന്നെ നേർച്ച വരാനായപ്പോഴാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നേർച്ച എല്ലാവരും കേട്ടോ കുട്ടികളൊക്കെ കളിക്കുന്നത് ഇതുപോലെ കളിക്കാനാണ് പോയത്. ഇപ്പോഴാണ് കേട്ടോ എൻ്റെ മോനും വന്നത്. ആകപ്പാടെ കാലൊക്കെ ഒരു വിധമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കളിച്ച് ക്ഷീണിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ നേർച്ച വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്നൊരു 12:30 ആകുമ്പോഴാണ് പള്ളിയിലോട്ട് പോകുക. അപ്പോൾ ഈ ഒരു സൗണ്ട് 10 മണി വരെ അലൗഡുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ പാട്ടൊക്കെ വെച്ച് അലക്കുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ദഫ്മുട്ട്, പിന്നെ ഈ ഒരു ചാടൽ തന്നെ കേട്ടോ. കുട്ടികൾ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ചാടും. നമുക്കൊന്നും അടുത്ത് നിൽക്കാൻ പറ്റില്ല, അത്രയും സൗണ്ട് എഫക്റ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി നേർച്ചൻ്റെ വിശേഷം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.